ഹായ് ഫ്രണ്ട്സ്, 90s കാസറ്റ്സിലേക്ക് സ്വാഗതം. ഈയിടെ വേൾഡ് വൈഡ് റിലീസായ ഒരു ചിത്രമായിരുന്നു മൈക്കിൾ എന്നത്. അത് പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സന്റെ ബയോപിക് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. അദ്ദേഹത്തിന്റെ സഹോദരി പുത്രനായ ജാഫർ ജാക്സൺ ആയിരുന്നു അതിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. 1987 റിലീസായ ബാഡ് എന്ന ആൽബത്തിലെ ഗാനമാണ് ഞാൻ ശരിക്കും ആദ്യമായി കേട്ടിരുന്നത്. ഞാനൊരു ബന്ധു വീട്ടിൽ നിന്നായിരുന്നു ആ ഗാനം ആദ്യമായി കേൾക്കുന്നത്. അപ്പൊ അതിലൊരു ബീറ്റും സംഭവമൊക്കെയാണ് എനിക്ക് ശരിക്കും ആ പാട്ടിനെ ഇഷ്ടപ്പെടുത്തിയത്. ശേഷം VHS-ൽ അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകളുടെ ചിത്രീകരണ രംഗങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിന്റെ ചില ഗാനങ്ങളുടെ ആ ഒരു ഓർക്കസ്ട്രേഷനും അദ്ദേഹത്തിന്റെ ഗാന ചിത്രീകരണത്തിലെ ചില രംഗങ്ങളുമൊക്കെ നമ്മുടെ ഇന്ത്യൻ സിനിമയിലും ചിലർ അനുകരിച്ചിട്ടുണ്ട്. 1982 റിലീസായ ത്രില്ലർ എന്ന ആൽബത്തിലെ ഗാനമായിരുന്നു ഈ കേട്ടത്. അന്ന് ഈ ഗാനം കണ്ടു, അതവിടെ കളഞ്ഞു. പക്ഷെ ഇന്ന് ഈ 2026 നിന്ന് നമ്മൾ പുറകിലോട്ട് ചിന്തിക്കുമ്പോൾ, അന്ന് ഗ്രാഫിക്സ് ഒന്നും അത്ര വലുതായിട്ട് വളർന്നിട്ടില്ലാത്ത ആ ഒരു കാലത്ത് അമ്മാതിരി ഒരു സംഭവമൊക്കെ ചെയ്തു വെച്ചതിന് വലിയ കയ്യടി തന്നെ നൽകേണ്ടി വരും. 1985 ചിരഞ്ജീവി അഭിനയിച്ച ഡോങ്ക എന്ന ചിത്രത്തിലേക്ക് വേണ്ടിയിട്ട് ഈ പാട്ടിന്റെ ആ സീൻസ് ഒന്ന് അദ്ദേഹം അനുകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സിനിമ കണ്ട മികച്ച നർത്തകരിൽ ഒരാളായിരുന്നു ചിരഞ്ജീവി എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. 91 റിലീസായ ഡേഞ്ചർസ് എന്ന ആൽബത്തിലെ റിമെമ്പർ ദ ടൈം എന്ന ഒരു ആൽബം നമുക്ക് കണ്ടു നോക്കാം. ഇതിൽ ഈ കണ്ട ആ ഒരു ഗാനരംഗത്തിലെ സീനുകളാണ് 1996 ശങ്കർ ഇന്ത്യൻ എന്ന ചിത്രത്തിന് വേണ്ടി മായ മച്ചിന്ദ്ര എന്ന പാട്ടിലേക്ക് വേണ്ടി അദ്ദേഹം അനുകരിച്ചിട്ടുള്ളത്. ശേഷം 95 പുറത്തിറങ്ങിയ അലീഷ ചിനായുടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ആൽബത്തിലും ഈ ഗാനത്തിന്റെ തന്നെ സ്വാധീനം നമുക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോയുമായി തിരിച്ചു വരാം. ബൈ.